അല്ലെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് +1 +2 ഒക്കെ പഠിക്കുന്ന കുറച്ചുകൂടി വലിയ കുട്ടികളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പിന്നെ ക്ലാസ്സുകളിലേക്ക് വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ലഹരി പിന്നെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, അല്ലെ കരളിന് ഭയങ്കര രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവബോധ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആള് ചിന്തിക്കുന്ന എന്താ? ഇതൊന്നും അറിയാണ്ടാണോ ലഹരി ഉപയോഗിക്കുന്നത്? അല്ല. ഇതൊക്കെ വരും, കരളിന് അസുഖം വരും, അല്ലെ ലിവർ പിന്നെ സിറോസിസ് വരും, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓൻ ലഹരി ഉപയോഗിക്കുന്നത്. പിന്നെ പ്രശ്നം എന്താണ്? അവിടെ ഓൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതല്ലേ? ഇതൊക്കെ വരും, ഓക്കെ, എനിക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, ഇതൊക്കെ എനിക്ക് ആസ്വദിക്കണം. അപ്പൊ ഓന്റെ മുമ്പിലേക്ക് നമ്മൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അവനോട് നമുക്ക് എന്താ പറയാൻ കഴിയുക? ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഒരു സാധാരണക്കാരനായിട്ടുള്ള മതമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്താണ് അവനോട് പറയാനുള്ളത്? ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളും പറയുന്നത്? അപ്പൊ ഞാൻ ആസ്വദിക്കുകയാണ്, ഞാൻ ലഹരി ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ആസ്വദിക്കുകയാണ്. നമുക്ക് പിന്നെ മതം ഇല്ലെങ്കിൽ നമ്മൾക്ക് അവരോടൊന്നും സംസാരിക്കാൻ സാധ്യമല്ല.